എല്ലാവർക്കും ഡിയോൺ വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എൻ്റെ നാത്തൂന്റെ വീട്ടിലാണുള്ളത് കേട്ടോ. കുട്ടിപ്പട്ടാളങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. എല്ലാരും ഒരു ഹായ് പറഞ്ഞേ. ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ ഇന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ. ഇവിടെ വൈകിട്ടത്തെ ഭക്ഷണത്തേക്കിനുള്ള കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതാ കപ്പ വേവിക്കാൻ വേണ്ടി ചരുവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ എല്ല് വേവിക്കാൻ വേണ്ടി അപ്പുറത്ത് കലത്തിൽ വെച്ചിട്ടുണ്ട്. ഇതാ അമ്മ അവിടെ നിന്ന് എല്ലിനുള്ള തേങ്ങ കൊത്തെടുക്കുകയാണ്. ഇതാണ് കേട്ടോ ചേച്ചീൻ്റെ വീട്. എൻ്റെ മൂന്നാമത്തെ നാത്തൂൻ്റെ വീടാണ് കേട്ടോ. നാളെ ചേച്ചീൻ്റെ രണ്ടാമത്തെ മോളുടെ ആദ്യ കുർബാനയാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. ഡിയോൺ കൂട്ടൻ അങ്ങോട്ട് ഓടി പോകുന്നുണ്ട്. നല്ല മഴ വരുന്നുണ്ട് കേട്ടോ ഇവിടെ. ഇത് കശുമാവാണ് കേട്ടോ. ഇത് കശുമാവ്. ഇതാണ് ഇവിടുത്തെ അമ്മച്ചി. ഇതാ കശുമാവ് പറക്കാൻ പോവാണ്. ഇതാണ് കേട്ടോ എൻ്റെ ഇളയ നാത്തൂൻ സിന്ധു ചേച്ചി. ഇങ്ങോട്ടൊന്ന് നോക്ക്. എല്ലാവർക്കും ഒരു ഹായ് പറ. സന്തോഷേട്ടൻ ഇങ്ങോട്ടൊന്ന് നോക്ക്. ഇതാ ചേച്ചി ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ള ഇലയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഓരോരോ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാനിവിടെ ഇല്ലെന്ന്. ഇന്ന് ഉണക്കമീൻ പറ്റിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതിനായിട്ട് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില. മീൻ പറ്റിക്കുന്നതിനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇനിയൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വരുന്നുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി ഉലുവയും കൂടെ ഇതിൽ നിന്ന് പൊട്ടട്ടെ. അങ്ങനെ ഉലുവയും പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, നടുവേ കീറി വെച്ചിരിക്കുന്ന പച്ചമുളക്, ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞ ഇഞ്ചി, ഇവയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ തേങ്ങയുടെ കഷ്ണം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് എണ്ണയിൽ കിടന്ന് മൂത്ത് വരട്ടെ. അങ്ങനെ എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, അങ്ങനെ എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 കിലോ ഉണക്കമീനാണ് നമ്മളിവിടെ കഷ്ണമീൻ കറി വെക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മുളക് പൊടി, അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നാല് ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. മീനിന് ആവശ്യമായിട്ടുള്ള പുളി ഇവിടെ ഉരുക്കി വെച്ചിട്ടുണ്ട്. കുടംപുളിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അത് ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പുളിവെള്ളം നമുക്ക് ഈ മൂത്ത് വരുന്ന പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു. ആവശ്യത്തിനുള്ള പുളി ഒഴിച്ചാൽ മതി. അങ്ങനെ പുളിവെള്ളം ഒഴിച്ചു. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ മീനാണ് കേട്ടോ നമ്മൾ കറി വെക്കുന്നത്. ഇനി ഇത് മുളക് വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. അതിലേക്ക് ഇനി ഈ മീൻ കഷ്ണങ്ങൾ നമുക്ക് പെറുക്കിയിടണം. ഇന്ന് ഡിയോൺ കുട്ടനും കൂടെ ഉണ്ട് കേട്ടോ മീൻ കറി വെക്കാൻ. ഇവിടെ കറണ്ടില്ല, അതാണ് കുറച്ച് ഇരുട്ടായിട്ട് തോന്നുന്നത്. ഡിയോൺ കുട്ടൻ മീൻ കറി ഇളക്കുന്നുണ്ട്. മീൻ ഇട്ടിട്ടില്ല കേട്ടോ. അതൊന്ന് തിളച്ച് വരട്ടെ. അങ്ങനെ മസാലയൊക്കെ തിളച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. 1/2 കിലോ മീനാണ് കേട്ടോ നമ്മളിതിലേക്ക് ചേർക്കുന്നത്. അങ്ങനെ ഇതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം ആക്കി വെക്കുക. ഇത് ഉപ്പ് മീനായതുകൊണ്ട് ഇതിലേക്കിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. ഇതൊന്ന് തിളച്ചൊന്ന് നന്നായിട്ട് വന്നതിന് ശേഷം ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ മീനൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിന് ഉപ്പും
പുളിയൊക്കെ പാകമാണോന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഇതാ മീനൊക്കെ പറ്റി നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇതിനി ഒന്ന് വാങ്ങി വെക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ ഉണക്കമീൻ കറി വെക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നാളെ പുതിയ വിശേഷങ്ങളുമായി വരാം, പുതിയൊരു വീഡിയോയുമായി എത്താം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.